ഹായ്, വെൽക്കം ബാക്ക് ടു ഐഷാസ് ഫ്ലവേഴ്സ് ചാനൽ. ഞാൻ ഐഷ ഷാംസ്. ഇന്ന് നമുക്കൊരു പാസ്ത ഉണ്ടാക്കാമെന്ന് വെച്ചു. ഒരു ചിക്കൻ വെച്ചിട്ടൊരു വൈറ്റ് പാസ്ത. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് യോഗയൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലേക്ക് വരാം. രാവിലെ ഞാൻ നേരത്തെ എഴുന്നേൽക്കും. ഒരു 3 o'clock എഴുന്നേൽക്കും. എൻ്റെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വരിക. ഒരു 8 മണിയാകുമ്പോഴേ വരുള്ളൂ കിച്ചണിലേക്ക്. മക്കൾക്കൊക്കെ 9:30 പോയാൽ മതി. അപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് പാസ്തയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് പാസ്തയ്ക്ക് ഞാൻ എടുത്തിരിക്കുന്നത് റെഡ്, ഗ്രീൻ, ക്യാരറ്റ്, പിന്നെ അതേപോലെ തന്നെ യെല്ലോ ക്യാപ്സിക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അത് വെച്ചിട്ട് ചിക്കനും അത് വെച്ചിട്ട് നല്ലൊരു പാസ്ത നമുക്ക് ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കാം നോക്കല്ലേ. ചട്ടി ആദ്യം അടുപ്പിൽ വെച്ചു. ആദ്യം ഫ്രൈ പാൻ വെച്ചു. ചിക്കൻ ഞാൻ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ചിക്കൻ ബ്രസ്റ്റ് പീസ് എടുത്തിരുന്നു കേട്ടോ. അത് ഞാൻ കുരുമുളകും ഉപ്പും പുരട്ടി വെച്ചു. എന്നിട്ട് ഞാനൊരു കഷ്ണം ബട്ടർ ഇതിനകത്തേക്ക് ഇട്ട് ഈ ബട്ടറിൻ്റെ അകത്ത് ഈ ചിക്കൻ പൊരിച്ചെടുക്കണം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണം. എന്നാലല്ലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചെയ്യണേ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്കാണ് എൻ്റെ ശക്തി, എൻ്റെ ചാനലിന്. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് കേട്ടോ. വേറൊരു അടുപ്പത്തിൽ ഞാൻ മക്രോണ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചിക്കൻ പാസ്ത ഞാൻ ഉണ്ടാക്കുന്നത്, ഞാൻ സൗദി അറേബ്യയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്, ഹോസ്പിറ്റലിൽ. അപ്പോൾ ഒരു മോളി സജി എന്ന് പറഞ്ഞൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ കിങ് ഫൈസൽ ഹോസ്പിറ്റലിലെ ഹെഡ് നേഴ്സാണ്. അപ്പോൾ സിസ്റ്റർക്ക് ഡ്യൂട്ടി ഉണ്ടാവുക രാജകൊട്ടാരത്തിൽ നിന്ന് വരുന്ന രാജാക്കന്മാരുടെയും അവരുടെ സ്റ്റാഫിൻ്റെയും ഒക്കെ ഭാഗത്താണ് സിസ്റ്റർ നിൽക്കുന്നത്. അതിന് പ്രത്യേക സിസ്റ്റർമാരായിരിക്കും ഉണ്ടാകുക അവിടെ. അപ്പോൾ അവിടുത്തെ ഒരു രാജകൊട്ടാരത്തിലെ ഷെഫിന് അസുഖം വന്നപ്പോൾ സിസ്റ്ററുടെ ഇതിലേക്കാണ് അയാൾക്ക് അഡ്മിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ സിസ്റ്റർ അവരെ നോക്കാൻ നിന്നപ്പോൾ സിസ്റ്റർ അയാളൊരു മൊറോക്കോക്കാരനായിരുന്നു. അപ്പോൾ ആ മൊറോക്കോ അയാളുടെ ചോദിച്ചതാണ് പാസ്തയുടെ ഡീറ്റെയിൽ. ശരിക്കും പാസ്ത ഇങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് അയാൾ പറഞ്ഞു കേട്ടോ. പിന്നെ വേറെയും അറേബ്യനിൽ കുറേ വെജിറ്റബിൾസ് വേറെ ഇടും കേട്ടോ. അതൊന്നും ഇപ്പോൾ നമ്മളിവിടെ ഇടുന്നില്ല. ഞാൻ അടുപ്പിൽ വെള്ളം വെച്ചു. അതിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു, ഉപ്പിട്ട്, എന്നിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ മക്രോണി അതിനകത്തേക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ സിസ്റ്റർ അയാളോട് ചോദിച്ചപ്പോൾ ഒരു നോർമൽ പാസ്ത ഉണ്ടാക്കുന്നത് അയാളുടെ പറഞ്ഞു കൊടുത്താണ്. പക്ഷെ രാജകൊട്ടാരത്തിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ഹെവി ആയിരിക്കും, ചീസ് അതൊക്കെ ഇട്ടിട്ടാണ് അവർ ഉണ്ടാക്കുന്ന ഒരുപാട്. അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിൾ പാസ്ത സിസ്റ്റർക്ക് പറഞ്ഞു കൊടുത്താണ് എങ്ങനെ ഉണ്ടാക്കുക, അതിൽ മൊറോക്കോ ടൈപ്പിൽ എങ്ങനെ ഉണ്ടാക്കും ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് സിസ്റ്റർ എനിക്ക് അന്ന് അവിടെ ഞാൻ കുട്ടികളെ കേട്ട് ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് സിസ്റ്റർ എനിക്ക് പറഞ്ഞു തന്നാണ്, ഇങ്ങനെ ഉണ്ടാക്കി വെക്കും പാസ്ത, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അന്നൊരു കുട്ടികൾക്ക് ഈ പാസ്ത ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അത് മക്രോണി വെന്ത് മാറ്റിച്ചതിന് ശേഷം ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് സൺഫ്ലവർ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ബട്ടർ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി ഇതാക്കി, പിന്നീട് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കോ ക്യാരറ്റും കൂടിയിട്ട് 3 ക്യാപ്സിക്കം ഉണ്ട്. റെഡ്, യെല്ലോ, ഗ്രീന്, പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മുടെ മക്കൾ എത്ര വലുതായാലും നമുക്ക് അവർക്ക് ചെറുപ്പത്തിലത്തെ പോലെ തോന്നും നമ്മുടെ മക്കളിൽ. അപ്പോൾ എൻ്റെ മക്കൾക്ക് ചെറിയ കുട്ടികളാകുമ്പോൾ ഇങ്ങനെ കളർഫുൾ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോഴും വലുതാകുമ്പോൾ എനിക്ക് എന്നും എൻ്റെ മക്കൾ എല്ലാവർക്കും അങ്ങനെയാണ്. എത്ര മക്കൾ വലുതായാലും നമുക്ക് ചെറിയ മക്കളായിട്ടേ തോന്നുള്ളൂ. അപ്പോൾ അവർക്ക് അതേപോലെ തന്നെ ഞാൻ എന്തും ഉണ്ടാക്കി കൊടുക്കട്ടെ. ഈ പാസ്തയാകുമ്പോൾ അവർ പറയും, ഉമ്മ പ്രശ്നങ്ങളൊന്നുമില്ല, ഗട്ടിനൊന്നും കുഴപ്പമില്ല എന്ന് പറയും അവർ കേട്ടോ. മറ്റേത് കഴിക്കുമ്പോൾ അവർ പറയും മസാലയൊക്കെ ചെല്ലുമ്പോൾ ഓഫീസിലൊക്കെ ഇരിക്കുമ്പോൾ അസിഡിറ്റിൻ്റെ പ്രശ്നമുണ്ടെന്ന് പറയും. എന്നിട്ട് പിന്നെ ഞാൻ അതിലേക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കണം. ബട്ടറിട്ടതിന് ശേഷം 2 ടേബിൾ സ്പൂൺ മൈദ നല്ലവണ്ണം ഇട്ടതിന് ശേഷം നന്നായിട്ടിത് ഇതാക്കിയെടുത്തു. എന്നിട്ട് ഞാൻ പാലെടുത്തൊഴിച്ചു കേട്ടോ. ഈ പാലിൻ്റെ കൂടെ ഞാൻ 2 കഷ്ണം ചീസല്ല, 2 കഷ്ണം പനീറും
7 കാഷ്യൂ കൂടും വെള്ളത്തിലിട്ട് കുതിർത്തി ഞാൻ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. അതും കൂടി മിക്സ് ചെയ്താണ് ഇതിനകത്തേക്ക് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇങ്ങനെ ആദ്യം കുറച്ച് പാലൊഴിച്ച് ഇങ്ങനെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. കട്ട വരരുത് കേട്ടോ. ആ കട്ടയൊക്കെ ആദ്യത്തെ പാലിൽ ഇങ്ങനെ ഇതാക്കി എടുക്കണേ. എന്നിട്ടാണ് ഞാനിപ്പോൾ മിക്സിനകത്ത് കുറച്ച് പനീർ ഇട്ടിട്ടുണ്ടായിരുന്നു, കാഷ്യൂ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഞാൻ അരച്ചിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് ഈ പാലിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കൈ എടുക്കാതെ ഇളക്കണം, ഇല്ലെങ്കിൽ ഇത് അടി പിടിച്ചു കട്ട കുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പാസ്തയ്ക്ക് ഒരു ടേസ്റ്റ് ഇട്ടത് കേട്ടോ. കാഷ്യും പനീറും കൂടി ഇതും കൂടി ഞാൻ അരച്ചെടുക്കട്ടെ. അരച്ചെടുത്തിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ അത് മാറ്റി വെച്ചതിന് ശേഷം ചട്ടിയടുപ്പിൽ വെച്ച് കുറച്ച് സൺഫ്ലവർ ഒഴിച്ച് എന്നിട്ട് വേവിച്ചിരിക്കുന്ന ഈ മക്രോണി ഇതിനകത്തേക്ക് ഇടണം കേട്ടോ. പിന്നെ സവോളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, സവോളൊന്നും ചേർത്തരുത്. പല ടൈപ്പിലും ഉണ്ടാക്കും. ഇത് മൊറോക്കോയിൽ അവരുണ്ടാക്കുന്നതാണ് ഇങ്ങനെ. അപ്പം എന്നിട്ട് മക്രോണി ഇതിനകത്തേക്ക് ഇട്ടിട്ട് കൈയെടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല അടി പിടിക്കരുത്. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക. എന്നിട്ട് നമ്മൾ കൈയെടുക്കാതെ നല്ലോണം ഇളക്കി, ഉടഞ്ഞൊന്നും പോകരുത് കേട്ടോ. ഈ മക്രോണി നിങ്ങൾക്ക് അറിയില്ല, വേവിക്കുമ്പോൾ നമ്മൾ ഇച്ചിരി സൺഫ്ലവർ ഒഴിച്ച് കുറച്ച് ഉപ്പിട്ട് നല്ലോണം വേവിക്കാനായിട്ട് പിന്നെ ടാപ്പ് വാട്ടർ തുറന്ന് അത് നല്ലോണം കഴുകണം. അപ്പോഴാണ് ആ കൊഴുപ്പൊക്കെ പോയാൽ അത് വിട്ട് നിൽക്കുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന ആ ചിക്കൻ ബ്രസ്റ്റ് പീസുകൾ അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടോ. ഇനി നിങ്ങൾക്ക് സോയാ സോസ് വേണമെങ്കിൽ ചേർത്താം, പിന്നെ ടൊമാറ്റോ സോസ് ചേർത്താം, ഒക്കെ ചേർത്തണം. പക്ഷെ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് ഞാനിതാ വൈറ്റ് സോസ് ഉണ്ടാക്കിയത് ഈ സോസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് റിച്ചാണ് ഇതിനകത്ത് കേട്ടോ. പനീറുണ്ട്, ബട്ടറുണ്ട്, അങ്ങനെയൊക്കെ ഇട്ട് പാലൊഴിച്ചിട്ടൊക്കെയാണ് ഞാൻ ഈ സോസ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ എന്ത് ചെയ്യുക, മാറ്റി വെച്ചിരിക്കുന്ന കുറച്ചുകൂടെ പാല് നമ്മളെടുത്ത് ഒഴിക്കുക. ഇതിനകത്ത് നമ്മൾ ആ ചീസും ഒക്കെ പനീറും ഒക്കെ ഇട്ട പാലാണ്, അതാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ആ മിക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ കുറുകി പോകുമല്ലോ. അപ്പോൾ ആ കുറുക്ക് അധികം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ നോക്കുക എങ്ങനെയാണെന്നുള്ളത്. എന്നിട്ട് ഞാൻ കുരുമുളക് പൊടി അതിനകത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. വേറെ ഒന്നും ഞാൻ ചേർത്തുന്നില്ല കേട്ടോ. ഒറിഗാനോ എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു. ഒറിഗാനോ ചേർത്താൻ വേണ്ടി ഒറിഗാനോ തീർന്നു. ഞാൻ ഇപ്പോൾ പോയി നോക്കുമ്പോൾ ബോട്ടിലിൻ്റെ അകത്ത് ഒറിഗാനോ തീർന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഈ പച്ചക്കറി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നല്ലോണം ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പാസ്തയും. പിന്നെ ലാസ്റ്റ് നമ്മൾ മല്ലിയില കൊണ്ടൊന്ന് ഗാർണിഷ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഈ പാസ്ത ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. എന്നിട്ട് ചൂടാറിയിട്ടല്ല കഴിക്കുക. കുട്ടികൾക്കൊക്കെ ചൂടോടെ എടുത്ത് കൊടുക്കുക. വെച്ചാൽ അവരൊക്കെ കുളിക്കാനൊക്കെ പോകുന്ന സമയത്ത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയില്ല ഈ പാസ്ത. അപ്പോൾ നമ്മൾ അത് ചൂടോടുകൂടി കുട്ടികൾക്ക് വിളമ്പി കൊടുക്കുക. ഇതുപോലത്തെ ഒരു പാസ്ത നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി, എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. നമ്മൾ നല്ല ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മക്കൾക്ക് നല്ല സന്തോഷമായിരിക്കും. ഇത് കഴിച്ച് അവർക്ക് ഫുൾ ഡേ ഉള്ള മീക്കിലേറ്റ് അതിനകത്ത് കിട്ടി. പിന്നെ അവർ രാത്രിയെ ഭക്ഷണം കഴിക്കുകയുള്ളൂ. വെച്ചാൽ ഞാൻ രാവിലെ നന്നായിട്ട് മക്രോണി പാസ്ത ആർക്കാ ഇഷ്ടമില്ലാത്തത്? എല്ലാ കുട്ടികൾക്കും ഇഷ്ടമായിരിക്കും. ഒരു പ്രത്യേക ടേസ്റ്റ് അല്ല അതിനകത്ത്, വൈറ്റ് പാസ്തയും കൂടി ആകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇത് കഴിച്ച് കഴിഞ്ഞാൽ അവരുടെ വയറ് ഫുള്ളായിട്ട് നിൽക്കും. പിന്നെ ഇനി അവർക്ക് രാത്രി മതി. ഓക്കെ, ബൈ, താങ്ക് യു.